നമസ്തേ. നമസ്തേ. 720 ഔട്ട് ഓഫ് 720യുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നീറ്റ് 2025ൻ്റെ അഭ്യൂഹങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓൺലൈൻ ആവാം, ഹൈബ്രിഡ് ആവാം, ഓഫ്ലൈൻ ആവാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്തിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം ഏതുമാവട്ടെ നമ്മുടെ തയ്യാറെടുപ്പുകൾ ഈ ഒരു സമയത്ത് ഡിസംബർ ജനുവരി സമയത്ത് കൃത്യമായിട്ട് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ മുമ്പോട്ട് പോകണമെന്നുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും പുതിയതായിട്ട് നീറ്റ് 2025ൻ്റെ സിലബസ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നു. ടീച്ചർ, സിലബസ് സംബന്ധിച്ച് നമ്മൾക്ക് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ആണെങ്കിലും NTA ആണെങ്കിലും ധാരാളം ക്വസ്റ്റ്യൻസ് അവർ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ധാരാളം പോയിന്റ്സ് അവർ പറഞ്ഞിട്ടുണ്ട്. മാറ്റമില്ല. 2024 നീറ്റ് നടന്ന അതേ സിലബസിൽ തന്നെയാണ് 2025 നീറ്റ് നടക്കുന്നത്. അത് ഫുൾ NCERT ബേസ്ഡ് എന്നോ അല്ലെങ്കിൽ നമ്മുടെ ഇത്രത്തോളം സ്റ്റേറ്റുകളുടെ പല പല സ്റ്റേറ്റ് ബോർഡ് എക്സാമുകൾ, CBSE ISC ബോർഡുകൾ, അങ്ങനെ നിരവധി സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബുക്കുകളൊക്കെ എല്ലാ ബോർഡുകാരെയും എല്ലാ കുട്ടികളെയും കൂടെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് നീറ്റിൻ്റെ സിലബസ് തയ്യാറാക്കിയിരിക്കുന്നത്. സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കേണ്ട ഒരു ആവശ്യം ഇപ്പം കുട്ടികളൊക്കെ ഇത്രയും ചർച്ച ചെയ്തിരിക്കുന്നു. അപ്പം സിലബസ് പബ്ലിഷ് ചെയ്തിരിക്കുന്നു. 2024 മാറ്റങ്ങളില്ല. നമ്മുടെ റെസിഡൻഷ്യൽ ബാച്ചുകാരാണെങ്കിൽ CBSE ബോർഡ് പഠിക്കുന്നവരുണ്ട്, സ്റ്റേറ്റ് ബോർഡ് പഠിക്കുന്നവരുണ്ട്, ISC ഉണ്ട്. അപ്പോൾ അത് നമ്മൾ നിന്ന് പഠിക്കുമ്പോൾ എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മളെല്ലാം കവർ ചെയ്യുന്നുണ്ട്. പക്ഷെ അതല്ലാത്ത സ്റ്റുഡൻസും ഉണ്ട് വിവിധ ബോർഡ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നത്. നീറ്റ് സിലബസിൻ്റെ ഈ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് എന്താണ് നമുക്ക് കുട്ടികളോട് പറയാനായിട്ടുണ്ട്? ആദ്യമായിട്ട് ഈ ഒരു അതുവരെ നമ്മൾക്ക് കുറച്ച് പേരുടെയെങ്കിലും ഒരു ധാരണ NCERT ആണ്, NCERT എന്നുള്ള ടെക്സ്റ്റ് തന്നെയാണ് NTA ഒരു സിലബസ് എന്നുള്ളതായിരുന്നു. നമ്മൾ അലിഖിതമായിട്ടുള്ള ഒരു ലിഖിതമല്ലാത്തൊരു നിയമം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് കഴിഞ്ഞ വർഷം NMC വരികയും NMC സിലബസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് കുറേ മാറ്റങ്ങളൊക്കെ വരുത്തുകയും ചെയ്തു. അപ്പോൾ നമ്മൾ NCERTയിൽ പല പാഠഭാഗങ്ങളും ഉള്ളത് ഡിലീറ്റ് ചെയ്ത് മാറുകയും കുറച്ച് കണ്ടന്റുകളെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് വരികയും ഒക്കെ ചെയ്യുക ഉണ്ടായ ഒരു വർഷമാണ് കഴിഞ്ഞ വർഷം പോയത്. അപ്പോൾ ആ ഒരു സമയത്താണ് പലപ്പോഴും നമ്മൾ ആഡ് ചെയ്തു എന്ന് പറയുമ്പോഴും പല സ്റ്റേറ്റിൻ്റെയും സിലബസിലുള്ള പല കണ്ടന്റുകളുമാണ് ഇപ്പോഴും ആഡ് ചെയ്യപ്പെട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ഇതൊരു പെർട്ടിക്കുലർ നമ്മൾ ഇതുവരെ NCERT ഓറിയൻറ്റഡ് ആയിട്ട് പറഞ്ഞു പോകുന്നു എങ്കിലും അങ്ങനെ ഒരു ടെക്സ്റ്റ് ഓറിയൻറ്റഡ് എന്നതിനപ്പുറം ഒരു സിലബസ്, ഒരു പെർട്ടിക്കുലർ കണ്ടന്റ് ഓറിയൻറ്റഡ് എന്നുള്ള രീതിയിലേക്ക് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയാവുന്ന രീതിയിലാണ് കഴിഞ്ഞ വർഷം സിലബസ് വന്നത്. ഇപ്രാവശ്യം അതിന് മാറ്റമില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു NCERT ഓൾറെഡി മാറ്റങ്ങൾക്കനുസരിച്ച് തന്നെയാണ് പുതിയ NCERT വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം NMCയുടെ സിലബസിൽ നിന്നും ഡിലീറ്റ് ചെയ്തൊക്കെ മാറ്റുകയും പുതുതായിട്ട് പല ചാപ്റ്റേഴ്സിൽ ഇപ്പോൾ ബയോളജിയിലെ തന്നെ പല ചാപ്റ്റേഴ്സും ഡിലീറ്റ് ചെയ്തപ്പോൾ അതിനകത്ത് ആവശ്യമെന്ന് തോന്നിയ പല കണ്ടന്റുകളും പുതിയ നമുക്ക് വേണ്ട ചാപ്റ്റേഴ്സിലേക്ക് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മാറ്റങ്ങൾക്ക് NMCയുടെ സിലബസിനനുസരിച്ച് തന്നെ പലയിടത്തും ഒരു 90% NCERTയും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ NCERT വായിക്കണം എന്ന് പറയുമ്പോൾ അതിനകത്തുനിന്ന് വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് ഇല്ല തന്നെ. കാരണം NMCയുടെ സിലബസിൽ എന്തൊക്കെയാണോ കൊടുത്തിട്ടുള്ളത് ആ മാറ്റങ്ങൾക്കനുസരിച്ച് ബഹുഭൂരിപക്ഷം മാറ്റങ്ങളും അതുപോലെ തന്നെ NCERT മാറ്റിയിട്ടാണ് ഈ വർഷവും വന്നിരിക്കുന്നത്. ഇനി അതിനകത്ത് എന്തെങ്കിലും ഒരു ഡൗട്ടോ ക്ലാരിഫിക്കേഷനോ നമുക്ക് കുറവുണ്ടെങ്കിൽ NMC കൃത്യമായിട്ട് സിലബസ് പറയുമ്പോൾ ഓരോ സബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററിന്റെയും എന്താണെന്ന് കണ്ടന്റാണ്, ഹെഡ്ലൈൻ ആണ് കൊടുത്തിരിക്കുന്നത്, എടുത്തെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആ ഹെഡിങ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഹെഡിങ് അവിടെ ഉണ്ടോ, ഓക്കെ, അതില്ല എങ്കിൽ അതിനുള്ള റിസോഴ്സുകൾ, അത് ഈ പറയുന്ന പോലെ നമ്മുടെ കുട്ടികൾക്കാണെങ്കിൽ ആ റിസോഴ്സിന് ഒരു ബുദ്ധിമുട്ടും വരില്ല. അത് കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് നമ്മൾ ക്ലാസ്സുകൾ റൺ ചെയ്ത് പോകുന്നത്. ഇനി മറ്റൊരു കുട്ടി, അതായത് വെളിയിൽ നിന്നും നമ്മളെ കേൾക്കുന്ന അങ്ങനെ പഠിക്കണം എന്നുള്ള കുട്ടിക്കാണെങ്കിലും മറ്റൊരു കൺഫ്യൂഷൻ്റെയും ആവശ്യമില്ല. നിങ്ങൾക്ക് ആ വെബ്സൈറ്റിൽ നിന്നും കിട്ടുന്ന ആ കണ്ടന്റുകൾ, അത് ഞാൻ പറഞ്ഞ പോലെ ഒരു 90% അല്ലെങ്കിൽ അതിന് മുകളിലും NCERT ആസച്ച് ആണെങ്കിലും എന്തെങ്കിലും ഒരു ഡൗട്ട് നിങ്ങൾക്ക് അവിടെ ഉണ്ടെങ്കിൽ അത് മാറ്റാനാണ് NMCയുടെ ഓരോ പേരുകൾ തന്നെ, ഓരോ കണ്ടന്റിന്റെ പേര് അല്ലെങ്കിൽ ഹെഡ്ലൈൻ പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് നോക്കുമ്പോൾ തന്നെ ഒരു ഡൗട്ടൊന്നും ഇല്ലാതെ തന്നെ, കാരണം എങ്ങനെയാണോ പഠിച്ചു വന്നത് അതേ രീതിയിൽ തന്നെ നിങ്ങോട്ടൊക്കെ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഏറ്റവും കൂടുതൽ അഡീഷനേക്കാളും ഡിലീഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി എളുപ്പം ആയിട്ടുള്ള രീതിയിൽ NMC ഡിലീറ്റ് ചെയ്തപ്പോഴും അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ആ ചേഞ്ച് വന്നപ്പോൾ കുട്ടികൾ ഒരുപാട് പേടിച്ചത് എങ്ങനെ ക്വസ്റ്റ്യൻ വരും, അപ്പോൾ ഉള്ള സിലബസിൽ ഒതുങ്ങിക്കൊണ്ട് ഭയങ്കര ഇൻഡെപ്തിലേക്കൊക്കെ പോകുന്നതാണ്. പക്ഷെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടത്. ഈ വർഷം തീർച്ചയായിട്ടും ഇൻഡെപ്തിൽ പോകും എന്ന് പറഞ്ഞിട്ട് വളരെ കുട്ടികളെല്ലാം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു സമയം ചോദിച്ചത് അതായിരുന്നു. കാരണം ഈ ഒരു സമയത്താണ് കഴിഞ്ഞ വർഷവും ഈ സിലബസ് ചേഞ്ച് ഒക്കെ വരുന്നത്. അപ്പോൾ കുട്ടികൾ ശരിക്കും പറഞ്ഞ ഒരു പാനിക്കായിട്ട് അത് വരുമോ ഇത് വരുമോ എത്ര ഡെപ്തിലേക്ക് പോകും എന്നൊക്കെ അവർ
ആലോചിച്ചുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു ഇത്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഏറ്റവും സിമ്പിളായിട്ട് എല്ലാ കുട്ടികളെയും ഏത് സിലബസിൽ പഠിച്ച കുട്ടികളാണെങ്കിലും അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു 90% എഴുതുന്ന കുട്ടികൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള 90% അല്ല, അതിന് മുകളിൽ പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. അപ്പൊ ഇപ്രാവശ്യവും സിലബസിന് മാറ്റമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു തരത്തിലും അതിനെക്കുറിച്ച് വിഷമിക്കുകയോ വറി ചെയ്യുകയോ ഒന്നും വേണ്ട. കാരണം നമ്മൾ പഠിച്ചു വന്നതിൽ ഒരു മാറ്റവും ഇല്ല എന്നുള്ളൊരു സത്യം ആദ്യമായിട്ട് ബുക്ക് എടുത്ത് നോക്കുകയോ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഓൺലൈൻ മീഡിയ ആശ്രയിച്ചുകൊണ്ട് തങ്ങളുടെ പഠിത്തം എലബറേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ പഠിച്ച അതേ പാറ്റേൺ, ഇതുവരെ നിങ്ങൾ പോയ അതേ പാറ്റേൺ തന്നെയാണ് തുടരേണ്ടത്. 2024 നമുക്കറിയാം ധാരാളം ആരോപണങ്ങൾ വന്നത്. ഒന്ന്, കഴിഞ്ഞ വർഷം ഫസ്റ്റ് ഇയർ പഠിച്ച ഒരു NCERT ആയിരുന്നെങ്കിൽ സെക്കൻഡ് ഇയർ പഠിച്ചത് പുതിയ NCERT ആയിരുന്നു. അപ്പം ഈ രണ്ടിൽ നിന്നുള്ള ആൻസർ എഴുതി കഴിയുമ്പോൾ ആ ആൻസർ ക്യാൻസൽ ചെയ്യുകയൊക്കെ ചെയ്ത സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. പക്ഷെ ഈ വർഷത്തെ കുട്ടികൾ 2 വർഷം ഒരു വ്യത്യാസം അവർക്കില്ല. കാരണം ആ 2 വർഷമായിട്ട് അവർ പുതിയ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നെ ഇവിടെ പഠിപ്പിക്കുമ്പോഴും നമ്മൾ അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ പറയുന്ന ഒരു ഡിലമ, പഴയ ബുക്കിലുള്ളത് മാറ്റമുണ്ടോ പുതിയ ബുക്കിൽ, അങ്ങനെ ഒരു ഡിലമയുടെ ആവശ്യം ഈ വർഷം എന്തായാലും വരില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ NCERT തന്നെ ഫോളോ ചെയ്യണം. കാരണം ഈ പറഞ്ഞ പോലെ NMCയുടെ എല്ലാ അഡിഷനും അതുപോലെ തന്നെ വരുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റഡ് ആയി മാറിയപ്പോൾ അതിനകത്ത് നിന്ന് ആവശ്യം ഉണ്ടെന്ന് തോന്നുന്ന ടോപ്പിക്കുകൾ വേറൊരു ചാപ്റ്ററിലേക്ക് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ NCERT ഫോളോ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വലുതായിട്ട് കണ്ടന്റുകൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അതിനപ്പുറം ഒരുപാട് പോയി നമ്മൾ പഠിക്കേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾ എന്താണോ ഫോളോ ചെയ്ത് വരുന്നത് അതുപോലെ തന്നെ NCERT ഫോളോ ചെയ്ത് പോയാൽ മതിയാകും. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ അതിനകത്ത് ഇല്ലെങ്കിൽ പോലും നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് അത് പറഞ്ഞിട്ടാണ് പോകുന്നത്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ കഴിഞ്ഞ തവണ ഇപ്പം സുപ്രീം കോടതിയിൽ കേസ് വന്നപ്പോൾ പോലും, കാരണം 2 NCERTയിലും 2 തരത്തിൽ വന്നു എന്ന കാര്യത്തിൽ ഒരു 2-3 കുട്ടികൾ ആൻസർ ചെയ്യാതെ പോയി. അതുകൊണ്ട് അവർ 716 പോയി നിന്നു. കാരണം അവർക്കറിയാമായിരുന്നു ഇത് 2 NCERTയിലും 2 തരത്തിലാണ് ചോദിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട്. യഥാർത്ഥത്തിൽ ഈ വർഷം അങ്ങനെയുള്ള യാതൊരു സംശയത്തിന്റെയും ആനുകൂല്യം വേണ്ട. നിങ്ങൾ പുതിയ NCERT ബേസിൽ എന്താണോ അത് തന്നെ ഫോളോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. 2ലുമുണ്ട്, അതിൽ സംശയം തോന്നുന്നു പുതിയ NCERT ബേസ് ചെയ്ത് പോകുന്നത് തന്നെയായിരിക്കും. കാരണം ഇത്രയും ഒരു കോൺട്രവേഴ്സി വന്ന സ്ഥിതിക്ക് അവർക്ക് അപ്ഡേഷനും അവർ കൊടുത്ത സ്ഥിതിക്ക് ഡെഫിനറ്റ് ആയിട്ടും ആ ഒരു ടെക്സ്റ്റിനെ വിശ്വസിച്ച് പോകുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നമ്മൾ നോക്കേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യന് 2 ആൻസർ ഒക്കെ വരുന്ന സമയത്ത് കഴിഞ്ഞ വർഷം കുട്ടികൾ അവിടെ ചിലത് വിട്ടുകളഞ്ഞു. ഒരു കുട്ടി തന്നെ, അതായിരുന്നു തന്നെ കേസിന് തന്നെ ഒരു പ്രധാന ഘടകം അത് തന്നെയായിരുന്നു. ആ കുട്ടിക്ക് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലായി 2 ആൻസർ ഉണ്ട്, അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തേക്കാന്ന് വെച്ചാൽ 2 അറ്റൻഡ് ചെയ്യാതെ പോയി. യഥാർത്ഥത്തിൽ അതിൽ ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ചെയ്യണമായിരുന്നു, അല്ലേ? തീർച്ചയായിട്ടും സർ. 2 ആൻസർ ശരിക്കും പറഞ്ഞാൽ ഒരു ക്വസ്റ്റിന് ഒരിക്കലും 2 ആൻസർ വരാൻ പാടില്ലാത്തതാണ്, അത് എങ്ങനെയായാലും. ബട്ട് എങ്കിൽ പോലും ഈ പറയുന്ന പോലെ നമ്മൾ ബയോളജിക്കൊക്കെ വരുമ്പോൾ 2 ആംഗിളിലുള്ള ഒരു ചിന്ത, ഞാൻ ചിന്തിക്കുന്ന ആംഗിളിൽ തന്നെ മറ്റൊരാൾ ചിന്തിക്കണം എന്നില്ല. അപ്പോൾ ഒരു 90% എല്ലാവരും ചിന്തിക്കുന്ന ഒരു ആംഗിളിലാണ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. പക്ഷെ എന്തെങ്കിലും ഒരു കാരണവശാൽ ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ മറ്റൊരാൾ ചിന്തിക്കാത്ത ഒരു ആംഗിളിലേക്ക് ക്വസ്റ്റ്യനെയർ ചിന്തിക്കുമ്പോഴാണ് ഈ ഒരു ഡിഫിക്കൽറ്റി വരുന്നു പോകുന്നത്. ഇനി ഈ 2 ആംഗിളിൽ കൂടെയും കിട്ടേണ്ട 2 ആൻസറുകളും ചിലപ്പോൾ ഓപ്ഷനിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ 90% സ്റ്റുഡൻസും നോർമലി പഠിച്ച ഒരു ആൻസർ അവിടെ നിൽക്കെ ഈ കുറച്ച് ശതമാനം ആൾക്കാരെ കുറച്ചുകൂടെ ഇൻഡെപ്തിൽ ചിന്തിച്ച് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഓവറായിട്ട് ചിന്തിച്ച് അതിനെ ഒന്ന് ഇന്റർപ്രറ്റ് ചെയ്ത് വരുമ്പോൾ മറ്റൊരു ആൻസറും കിട്ടാനുള്ള സാധ്യതയുണ്ട്. അവിടെ നമ്മൾ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കേണ്ടത്, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമുക്ക് പ്രിഫറൻസ് പോകേണ്ടത് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾ ഭയങ്കര ഇൻഡെപ്തിൽ പോയി ചെക്ക് ചെയ്യുന്നതിനേക്കാളും ഒരു പെരിഫറിയിൽ നമ്മുടെ +2 ലെവലിൽ നമ്മൾ എന്താണോ പഠിക്കുന്നത് അതിനെ നിന്നിട്ട് ഒരു ആൻസർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഒരു പ്രിഫറൻസ് വരുന്നത്. കാരണം അത് ഒഴിവാക്കി പോവുകയല്ല ചെയ്യേണ്ടത്. കാരണം നമ്മൾ 720 എത്തുമ്പോൾ ആ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നില്ല എന്നുള്ള കാരണം കൊണ്ട് കഴിഞ്ഞ തവണ എയിംസ് ഡൽഹിയിൽ അഡ്മിഷൻ കിട്ടാതെ പോയ സംഭവങ്ങളുണ്ട്. അപ്പം നമുക്ക് 2 ആൻസർ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനകത്ത് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് തീർച്ചയായിട്ടും ആൻസർ ചെയ്യണം. ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്താലും ഇല്ലെങ്കിലും അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. നമ്മൾ പേടിക്കരുത്. അപ്പോഴും നമ്മൾ വിചാരിക്കേണ്ടത് ഇത് തന്നെയാണ്. ഇവിടെ ക്യാൻസൽ ചെയ്ത് പോകുമ്പോഴും ആ അറ്റംപ്റ്റ് ചെയ്തു എന്നുള്ളതിനൊരു വാല്യൂ ഉണ്ട്. ആ ഒരു വാല്യൂ നിങ്ങൾക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പേടിക്കാതെ ഭയങ്കര കറേജിയസ് ആയിട്ട് ഈ പറയുന്ന പോലെ മെജോറിറ്റി ആൾക്കാരുടെയും ചിന്ത എന്താണ്, അവിടെ നിങ്ങൾ മാത്രം ഒന്ന് വഴിമാറി ചിന്തിക്കാതെ പെരിഫറിയിൽ കൂടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചിന്തിക്കുന്ന ഒരു വേയിലേക്ക് പോയി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് എഴുതുക എന്നുള്ളതാണ്. ഒരു ക്വസ്റ്റ്യൻ വായിച്ചു 2 ഏകദേശം ഒരുപോലെ ആൻസർ ഇരിക്കുന്ന സമയത്ത് അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് നമ്മൾ ടീച്ചർ പറഞ്ഞു. വളരെ വ്യക്തമായിട്ട് നമ്മൾ ആ ആൻസറിലോട്ട് കടക്കാനായിട്ട് നമ്മൾ ആ ഒരു രീതി തന്നെ ആയിരിക്കും എപ്പോഴും നല്ലത്. എന്നാലേ നമ്മളുടെ ഈ ഒരു 720 എന്നുള്ള ആ മാജിക് നമ്പറിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. അവിടെ നമുക്ക് 720 എന്ന് പറയുമ്പോൾ ഫുൾ മാർക്സ് ആണ്. അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ പോലും നമുക്ക് വിട്ടിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ എഴുതാം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ല നമുക്ക്. അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്.
അവിടെ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നു പോയാൽ ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് മനസ്സ് ചെന്ന് എത്തുക എന്നാണ്. അവിടെ കുറച്ച് ഈ പറയുന്ന പോലെ ഒരു ആത്മസംയമനമാണ്. നമുക്ക് ഒരു മനസ്സിന്റെ ഒരു മെന്റൽ കണ്ടീഷൻ അവിടെ വളരെ വലുതാണ്. അവിടെ ആ കൺഫ്യൂസ്ഡ് ആയി പോകുന്ന പോയിന്റിൽ ഇതെനിക്ക് വേണ്ട എന്ന് വെക്കുന്നതിന് പകരം ഇതിൽ ഏതാണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആണെന്നുള്ളത് എല്ലാ രീതിയിലും ഒന്ന് ചിന്തിച്ച് കുറച്ചുകൂടെ അതിനെ ഒന്ന് ഇൻഡെപ്തിൽ ഒന്ന് അനലൈസ് ചെയ്തിട്ട് വേണം ആ ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ പോകാൻ. അത് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് തോന്നുന്ന ഒരു ആൻസർ നിങ്ങൾ ചെയ്തോണം. അത് ഡെഫിനറ്റ് ആയിട്ട് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ബട്ട് സ്റ്റിൽ വന്നുപോയാൽ അറ്റൻഡ് ചെയ്യാതെ വിടാതെ കുറച്ചു പേർക്കെങ്കിലും ഈ രണ്ട് കാര്യങ്ങളിലും, ഒന്ന് ഡബിൾ ആൻസർ, രണ്ടിലും ആൻസർ വന്നപ്പോൾ അറ്റൻഡ് ചെയ്യാതെ പോയി. പിന്നെ ഈ പറഞ്ഞ പോലെ NCERT ഇതിൽ ഏത് ആയിരിക്കും കറക്റ്റ് എന്നുള്ളത് അത് പുതിയ NCERT തന്നെ ഫോളോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യവും നമുക്ക് ഈ 720 എത്താനായിട്ട്. അതുപോലെ തന്നെ ടീച്ചർ, നമുക്ക് ഇപ്പോൾ ക്രിസ്മസ് വെക്കേഷൻ്റെ കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞോണം പറഞ്ഞു. അപ്പം ഇനി നമ്മുടെ ചാപ്റ്ററുകൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ നമുക്ക് നോക്കുമ്പം ഇവർക്ക് റിവിഷനെ കുറിച്ചൊക്കെ ഇപ്പം ഈ നമ്മുടെ കഴിഞ്ഞ 10 ദിവസങ്ങളിൽ ഇവർ സബ്ജക്റ്റ് പഠിക്കണമെന്ന് പറഞ്ഞു. റിവിഷൻ മെത്തേഡുകൾ പലർക്കും പല രീതിയിലുണ്ട്. അവനവൻ്റെ നോട്ടുകൾ, അവനവൻ്റെ NCERT ടെസ്റ്റ് അല്ലെങ്കിൽ അവനവൻ എഴുതിയ ഓൺലി +1 +2 പഠിച്ച ടോപ്പിക്കൊക്കെ. അപ്പോൾ റിവിഷനിൽ ഇവരെന്തൊക്കെയാണ്, ഒരു ബയോളജി ഒരു ഇത് നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും റിവൈസ് ചെയ്യുന്നത് ഏറ്റവും എളുപ്പം? റിവൈസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു സർ, ആദ്യം ഇപ്പോൾ ബയോളജിയാണ് എനിക്ക് കൂടുതൽ പറയുന്നു എങ്കിൽ പോലും ഏത് സബ്ജക്റ്റ് ആയാലും ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് റിവിഷൻ ഏറ്റവും നല്ലൊരു സ്ട്രാറ്റജി. എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്ന് നമുക്കിപ്പോൾ നമ്മളൊരു ചാപ്റ്റർ അടച്ചു വെച്ചിട്ട് മനസ്സിൽ ചിന്തിക്കുന്നതിനേക്കാളും എത്രയോ അപ്രോപ്രിയേറ്റ് ആണ് നമ്മൾ ആ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് ഒരു 100 അല്ലെങ്കിൽ 200 ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. പല ഏരിയകളിൽ നിന്ന് 100 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 200 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മളെക്കുറിച്ച് ആ ചാപ്റ്ററിൻ്റെ കണ്ടന്റുകൾ എത്രത്തോളം നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് എവിടെയാണ് അതിൻ്റെ കുറവെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഫിസിക്സിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ ഒരു പ്രോബ്ലം ചെയ്ത് വരുമ്പോഴേ നമുക്കത് കൃത്യമായിട്ട് നിങ്ങൾ ഇതുവരെ ഞങ്ങൾ പറഞ്ഞതും നിങ്ങൾ ചെയ്തതും ഒരുപക്ഷെ തിയറി പഠിക്കൂ എന്നാണ്. ഈ പഠിച്ച തിയറി എത്രത്തോളം ഒരു ക്വസ്റ്റ്യനില്ല. ബയോളജി ആകുമ്പോൾ ഈ തിയറി പഠിത്തവും ക്വസ്റ്റ്യനും തമ്മിൽ വലിയ വ്യത്യാസം വരില്ല. കാരണം തിയറി പഠിക്കുന്നു, നമ്മളത് എഴുതുന്നു. പക്ഷെ ഫിസിക്സും കെമിസ്ട്രിയും വരുമ്പോൾ കുറച്ചുകൂടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആംഗിൾ തന്നെ നമ്മൾ പറയേണ്ടി വരും. തിയറി പഠിച്ച കാര്യം അത് ആ സമയത്ത് ആ തിയറി അതിലേക്ക് അപ്ലൈ ചെയ്ത ഏത് ഫോമുലയാണ് അത് ഇന്റർപ്രറ്റ് ചെയ്ത് ചെയ്യുക എന്നുള്ളത് കുറച്ച് പ്രാക്ടീസ്. അപ്പോൾ റിവിഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ഒരു എത്രയോ ക്വസ്റ്റ്യൻ അത് ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുമ്പോൾ സമയം കൃത്യമായി നോക്കി തന്നെ ചെയ്യണം. ഇതുവരെ നമ്മളത് പറഞ്ഞിട്ടില്ല, കാരണം സമയം എടുത്ത് നിങ്ങൾ പഠിച്ചോന്നാണ് പറഞ്ഞത്. പക്ഷെ ചെയ്യുമ്പോൾ എനിക്ക് 100 മിനിറ്റിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിലല്ല കാര്യം, മറിച്ച് 1 മിനിറ്റിൽ എനിക്ക് എത്ര ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 1 മിനിറ്റിൽ എനിക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ അതിലാണ് നിങ്ങൾ ഇനി കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത്. അപ്പോൾ ബയോളജിയുടെ കേസിലൊക്കെ ആണെങ്കിലും പ്രത്യേകിച്ച് നമ്മൾ ഈ തിയറി മറിച്ച് ടെക്സ്റ്റ് നോക്കിക്കൊണ്ടിരുന്നാൽ ഓരോ ലൈൻ കാണുമ്പോഴും നമുക്ക് തോന്നും ഇതെനിക്കറിയാം. നമ്മൾ പ്രത്യേകിച്ചും ബയോളജി അങ്ങനെയാണല്ലോ, ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് എല്ലാ ലൈനും അറിയാമെന്ന് തോന്നും. പക്ഷെ അതിനകത്ത് നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു നോക്കണം. പല പ്രാവശ്യം പല തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ, പല രീതിയിൽ പല ബുക്കുകൾ. അവിടെയാണ് നിങ്ങൾക്ക് എന്ത് ബുക്ക് വേണമെങ്കിലും റെഫറൻസിന് എടുക്കാം. കാരണം ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ പഠിക്കുന്ന കണ്ടന്റിന് ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ഏത് ഗൈഡ് എടുത്താലും, ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും, എത്ര വർഷത്തെ മോഡൽ എക്സാം എടുത്താലും, പ്രീവിയസ് ഇയർ എടുത്താലും ഈ ചാപ്റ്ററിനകത്തുള്ള കാര്യങ്ങൾ മാത്രമേ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങളെ തേടിയെത്തൂ. അപ്പം നിങ്ങൾക്ക് തന്നെ കൃത്യമായിട്ട് റിവിഷൻ സ്ട്രാറ്റജി ചെയ്യണമെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ വേണം കടന്നു പോകാൻ. അത് കൃത്യം നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ആ ക്വസ്റ്റ്യൻ അപ്പം തന്നെ ഒന്ന് സെൽഫ് അനാലിസിസ് നടത്തണം. ഇതിനകത്ത് ഇപ്പോൾ 10 ക്വസ്റ്റ്യൻ എനിക്ക് തെറ്റി, ഈ 10 ക്വസ്റ്റ്യനും ചുമ്മാ ഒരു പെർട്ടിക്കുലർ കണ്ടന്റിൽ നിന്ന് തെറ്റിയതാണോ, അതല്ല ടെക്സ്റ്റിന്റെ അവിടെയും ഇവിടെയും റാൻഡമായിട്ട് തെറ്റിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ആ ചാപ്റ്റർ ഇൻഡെപ്ത് അല്ല എന്ന് മനസ്സിലാക്കണം. അതല്ല ഒരു കോൺസെപ്റ്റിൽ നിന്ന് മാത്രമാണ് തെറ്റിയിട്ടുണ്ടെങ്കിൽ ഇല്ല, എനിക്ക് ആ കോൺസെപ്റ്റ് മാത്രമാണ് ഒരു കുറവ്. അപ്പം നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ ഈ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എത്ര സമയം എടുത്താണോ ചെയ്യുന്നത്, ഒരുപക്ഷെ അതേ സമയം എടുത്ത് തന്നെ നിങ്ങളിത് അനലൈസ് ചെയ്യണം. എന്നിട്ട് അവിടെ നിങ്ങൾ എഴുതി വെക്കണം. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം. അവിടെയാണ് റിവിഷൻ. അല്ലാതെ നമുക്ക് അറിയാമെന്നുള്ള കാര്യങ്ങൾ വീണ്ടും 10 പ്രാവശ്യം വായിച്ചുകൊണ്ടിരിക്കുക, അറിയാത്ത കാര്യങ്ങളെ നെഗ്ലക്ട് ചെയ്യുക, അത് നമുക്കൊരു ടെൻഡൻസിയാണ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ വായിക്കാനും നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും മാറ്റി വെക്കാനും നമുക്കൊരു ടെൻഡൻസി വരും. അതിനെ അവോയ്ഡ് ചെയ്യാൻ, പ്രത്യേകിച്ചും ബയോളജിയിലൊക്കെ പല ചാപ്റ്റേഴ്സും ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്ക് ഫിസിയോളജിയൊക്കെ അവർ പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ അത് ഒരുപാട് വായിച്ചുകൊണ്ടിരിക്കുക. ചില ചാപ്റ്റേഴ്സ് ഇച്ചിരി ഡ്രൈ ആയി വരുമ്പോൾ ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് മാറ്റി വെക്കുക. പക്ഷെ അതല്ല നമ്മൾ ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും എനിക്ക് എവിടെയാണ് മറന്നു പോകുന്ന ചില, പ്രത്യേകിച്ചും ഈ അനാറ്റമി അല്ലെങ്കിൽ അതുപോലുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഓർത്ത് വെക്കണം ഇവർക്ക്. അപ്പോൾ ഈ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ വരുമ്പോഴാണ് അയ്യോ ഞാൻ ഒരുപാട് ഫാമിലീസ് ഉണ്ട്, ഇതെല്ലാം കൂടെ ഫാമിലി നെയിംസ് ഒക്കെ ഞാൻ ഇങ്ങനെ ഓർത്ത് വെക്കും. പിന്നെ കോഡേറ്റ് ഒക്കെ വരുമ്പോൾ കുറേ പേരുകളുണ്ട്, ഇതൊക്കെ ഓർത്ത് വെക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ചോദ്യമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ
ഒരു റിവിഷൻ സ്ട്രാറ്റജിയിൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഓപ്ഷൻ കാണുമ്പോൾ കൺഫ്യൂഷൻ വരുന്നു, ആ ആനിമലിന്റെ അല്ലെങ്കിൽ ആ പ്ലാന്റിന്റെ ആ ഒരു പാട്ടിനെ ഓർക്കാൻ പറ്റുന്നില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ വിചാരിച്ചോ അത് ഉറച്ചിട്ടില്ല. അത് മാത്രം റിപ്പീറ്റ് ചെയ്ത് വായിച്ചുകൊണ്ടിരുന്നാൽ മതി. അല്ലാതെ നമുക്ക് ഓൾറെഡി അറിയാമെന്നുള്ളൊരു കൺസെപ്റ്റ് വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുക, അറിഞ്ഞുകൂടാത്തത് അവിടെ ഇട്ടേക്കുക. അതിന് ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു റിവിഷൻ സ്ട്രാറ്റജി ബൈ ഡൂയിങ് ക്വസ്റ്റ്യൻസ് ആണ്. അത് ചെയ്ത് ഗ്രാജുവലി നമ്മൾ ആ ചാപ്റ്ററിനെ ചെയ്യും. അപ്പം എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു സ്ട്രാറ്റജി ഇവിടെ നമ്മൾ യൂണിറ്റ് വെച്ച് തന്നെയാണ് തുടങ്ങുന്നത്. അതുപോലെ നിങ്ങളും പഠിക്കുമ്പോൾ ഓരോ ചാപ്റ്റർ എടുത്ത് പഠിച്ച് പിന്നെ യൂണിറ്റുകളിലേക്ക് വരിക, പിന്നെ ഒരു കോമ്പിനേഷൻ വരിക. കാരണം ചാപ്റ്റർ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ ചാപ്റ്ററിന്റെയും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ ഇന്റർ റിലേറ്റഡ് ആയിട്ട് ചാപ്റ്റേഴ്സ് വരുമ്പോൾ അല്ലെങ്കിൽ കണക്റ്റഡ് ചാപ്റ്റേഴ്സ് വരുമ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ 2 ചാപ്റ്റേഴ്സ് ഇന്റർ റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ ചെയ്യാൻ പറ്റണമെങ്കിൽ ഈ 2 ചാപ്റ്റേഴ്സും ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. അപ്പൊ ആദ്യത്തെ സ്ട്രാറ്റജി അത് തന്നെയാണ്, ഇൻഡിവിജ്വൽ ആയിട്ട് ചാപ്റ്റേഴ്സ് ചെയ്യുക. അത് കഴിഞ്ഞ് കോമ്പിനേഷൻ വരുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഷെഡ്യൂൾ നിങ്ങൾ ഇപ്പൊ തന്നെ കണ്ടിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും അതിലേക്ക്. അപ്പൊ അത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ആ ഒരു സ്ട്രാറ്റജി തന്നെ അങ്ങനെയാണ്. ആദ്യം ഏത് യൂണിറ്റ് ആണോ പിന്നെ അതിനോട് ചേർന്ന് വരുന്ന യൂണിറ്റുകളാണ് നമ്മൾ കോമ്പിനേഷൻ കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്കും ഇൻഡിവിജ്വൽ ആയിട്ട് ആ ചാപ്റ്റർ ചെയ്ത് ക്ലിയർ ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും കോമ്പിനേഷൻ വരുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ അത് തറവാകും. അതുപോലെ ഇപ്പം നമുക്ക് ക്വസ്റ്റ്യൻ്റെ ഒരു മൊഡ്യൂളിലോട്ട് കുട്ടികൾ കിടക്കാൻ പോകുമെന്ന് പറയുന്നു. ഒപ്പം നീറ്റ് 2025 ഓൺലൈൻ മോഡിലോട്ട് മാറുമെന്നും പറയുന്നു. പക്ഷേ ഇവർക്ക് തയ്യാറെടുപ്പിന് ഓഫ്ലൈൻ രീതികൾ തന്നെയല്ലേ കൂടുതൽ നല്ലത്? അതായത് തയ്യാറെടുക്കുമ്പോൾ ഓഫ്ലൈൻ രീതി തന്നെയല്ലേ കൂടുതൽ നല്ലത്? കാരണം ഓൺലൈൻ ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രശ്നം ഇവർക്കറിയാം, ഇത് ആൻസർ ഞാൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എപ്പോൾ വേണമെങ്കിലും എനിക്ക് മാറ്റാമെന്ന് അറിഞ്ഞത് കൊണ്ട് ഇവർ പെട്ടെന്ന് ആൻസർ ചെയ്ത് ഇങ്ങനെ മുമ്പോട്ട് പോകും. ഇങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞിട്ടൊരു 150-160 ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ തിരിച്ച് ഞാൻ കൺഫ്യൂഷനുള്ളതൊക്കെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ച് നെഗറ്റീവ് മാർക്കിംഗ് കൂടും. പക്ഷേ OMR തന്നെ പ്രാക്ടീസ് ചെയ്യുന്നതല്ലേ കൂടുതൽ നല്ലത്? തോന്നുന്നു സർ OMR കുറച്ചുകൂടെ സമയം എടുക്കുന്നത്. അപ്പോൾ സമയം എടുക്കുന്നതിൽ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ സമയം കുറച്ചുള്ളതിൽ നമുക്ക് കുറച്ചുകൂടെ അപ്രോപ്രിയേറ്റ് ആയിട്ട് എഴുതാൻ പറ്റും. പിന്നെ ആൻസർ മാർക്ക് ചെയ്യുമ്പോൾ 100% ഉറപ്പുണ്ടെങ്കിലേ നമ്മൾ OMR ചെയ്യുള്ളൂ. മറ്റേത് ഈ പറയുന്ന പോലെ പിന്നെ ഇവിടെ OMR നമ്മൾ മാർക്ക് ചെയ്യാൻ എടുക്കുന്ന സമയത്തെക്കാളും കുറച്ച് കൂടുതൽ വേണം ഓഫ്ലൈനിൽ ചെയ്യാൻ. അപ്പൊ നമ്മൾ അതുകൂടെ ഒരു കോൺഷ്യസ് കൺട്രോളിൽ കണ്ടിട്ടായിരിക്കണം ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുന്നത്. പക്ഷെ ഓൺലൈനിൽ പോകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഓക്കെ ഒന്ന് ക്ലിക്കിൽ കിട്ടും, അപ്പോൾ 1 സെക്കൻഡ് മതി, അതിനുള്ള സമയം കൂടി നമ്മൾ ചിലപ്പോൾ ആ പ്രോബ്ലം ചെയ്ത് അങ്ങ് ഇരുന്ന് പോകും. അങ്ങനെ ഇരുന്ന് പോയാൽ എത്രയൊക്കെ പറഞ്ഞാലും എത്ര ക്ലിക്കാണെങ്കിലും ഇത്രയും ക്വസ്റ്റ്യനുകളിലൂടെ നിങ്ങൾ കടന്നുപോയേ പറ്റും. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും പ്രാക്ടീസിങ് എപ്പോഴും ഓഫ്ലൈനിൽ തന്നെ വേണം, മാക്സിമം ഓഫ്ലൈനിൽ തന്നെ ചെയ്യൂ. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങളുടെ ആ ഒരു സ്പീഡും ടൈം മാനേജ്മെന്റും നിങ്ങളുടെ ബബിളിങ്ങും എറേഴ്സ് വരുത്താനുള്ള ടെൻഡൻസിയും കുറയും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓൺലൈനിലേക്ക് മാറുമ്പോൾ ഇപ്പം നിങ്ങളുടെ എറേഴ്സ് വരുത്താനുള്ള ടെൻഡൻസി 90% കുറഞ്ഞ് ഒരു 10%ലേക്ക് എത്തി നിൽക്കുവാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഓൺലൈനും കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾ 0യിലേക്ക് വരും. അപ്പോൾ നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും കാലം ചെയ്തു വന്നത് അത് തന്നെയല്ലേ. അപ്പോൾ നമുക്ക് ഓഫ്ലൈനിൽ തന്നെ ചെയ്തു പോകാം. എന്നിട്ട് അന്ന് 1, 2 അല്ലെങ്കിൽ 3, 4 പരീക്ഷകൾ നമുക്ക് ഓൺലൈനിലേക്ക് ചെയ്യാം. ഓൺലൈനിലോട്ടാണ് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മോഡലുകളെല്ലാം തന്നെ ഓൺലൈനിലായിരിക്കും. പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ തയ്യാറെടുക്കുമ്പം ഒരു 99% നിങ്ങൾക്ക് ഈ ഓൺലൈൻ സ്റ്റുഡൻസിനോട് നമ്മളത് എപ്പോഴും പറയാറുണ്ട്. കാരണം പരീക്ഷ എഴുതുമ്പോഴും എപ്പോഴും ഓഫ്ലൈൻ ചെന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഓഫ്ലൈനിൽ നിന്ന് നിങ്ങൾക്ക് ഓൺലൈനിലോട്ട് മാറാൻ പ്രത്യേകിച്ച് ഒരു പ്രാക്ടീസിന്റെ വലിയൊരു ആവശ്യമില്ല. കാരണം കുറച്ചുകൂടെ കംഫർട്ടാണ്, ആൻസർ മാർക്ക് ചെയ്യാനും ധാരാളം സമയം കൂടുതൽ കിട്ടും. അപ്പം അതുമല്ല നമ്മുടെ മെന്റലി നമ്മൾ ഓൾറെഡി പ്രിപ്പയർഡ് ആണ്. അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുമ്പം ഈ റിവിഷൻ മെത്തേഡിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പം ഇത് ചിലപ്പോൾ നീറ്റ് 2025 ഓൺലൈൻ ആണെങ്കിലോ എന്ന് വിചാരിച്ച് നമ്മൾ ഓൺലൈനിലോട്ട് നിങ്ങൾ ഇപ്പം മാറേണ്ടതില്ല. അതും കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞോളാം, അല്ലെങ്കിൽ ബ്രില്യൻ്റ് നിങ്ങളെ അറിയിക്കും നമ്മുടെ എൻ്റെ സിസ്റ്റം ഓൺലൈനിലോട്ട് മാറുകയാണ്, അതിന് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ വലിയൊരു കാര്യമാണ്. കാരണം നമുക്ക് ഓഫ്ലൈനിൽ നിന്നും ഓൺലൈനിലേക്ക് മാറുമ്പോൾ വലിയ തയ്യാറെടുപ്പുകളൊന്നും വേണ്ട. 1, 2 പ്രാവശ്യം ഒന്ന് ക്ലിക്ക് ചെയ്യുന്നത് അത്യാവശ്യം ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാന്നുള്ള കാര്യമാണ്. പക്ഷെ തിരിച്ച് നമ്മൾ അങ്ങനെ ഓൺലൈനിൽ പ്രാക്ടീസ് ചെയ്തിട്ട് തിരിച്ചു വരാൻ നമുക്ക് കുറച്ച് ഡിഫിക്കൽറ്റി ഉണ്ട്. കാരണം എപ്പോഴും എറർ ഉണ്ട് എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ കൂടുതൽ കോൺഷ്യസ് ആവുന്നത്. അപ്പോൾ ഓഫ്ലൈനിൽ നമുക്ക് തന്നെ അറിയാം ഒരു എറർ വരുത്തിപ്പോയാൽ അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഇല്ല എന്നറിയുമ്പോൾ നമ്മൾ അതിനകത്ത് കുറച്ചുകൂടെ കോൺഷ്യസ് ആണ്. ആ കോൺഷ്യസ് കൺട്രോളിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മൾ കുറച്ചുകൂടെ കെയർഫുൾ ആയിട്ട് ചെയ്യും. നേരെ കുറിച്ച് ഓൺലൈനിലോട്ട് വരുമ്പോൾ നമുക്ക് തന്നെ അറിയാം ഓക്കെ ഇത് നമുക്ക് മാറ്റി കുത്താൻ അല്ലെങ്കിൽ മാറ്റി എഴുതാൻ ഒരു അവസരം ഉണ്ടെന്ന് അറിയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ ഒരു കോൺഷ്യസ്നെസ് കുറയും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു സബ് കോൺഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഒരു എറർ പറ്റിക്കഴിഞ്ഞാൽ ഇതെല്ലാം കറക്റ്റ് ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്.
സോ എപ്പോഴും മുന്നിൽ കാണുന്നത് നമ്മളൊരു ഡിഫിക്കൽട്ടി ലെവലിൽ നിന്നിട്ട്, ഇപ്പോൾ അത് ചേർത്ത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിഫിക്കൽട്ട് ആകുന്നു എന്ന് പറയുന്നിടത്തും ഇതുണ്ട്. ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കണ്ടുപോകുന്ന നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് നമ്മളൊരു ഡിഫിക്കൽട്ടി ലെവലിലാണ് അത് പഠിക്കുന്നത് അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ അത് ഒരു ഈസി ലെവലിലേക്ക് മാറുമ്പോൾ നിങ്ങൾക്ക് അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവിടെയും നിങ്ങൾ ഫേസ് ചെയ്യും. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒന്നും തന്നെ നിങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങളിലേക്ക് ഇൻഫർമേഷൻ എത്തുക തന്നെ ചെയ്യും. നിങ്ങൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ തൽക്കാലം വറി ചെയ്യേണ്ട. അതുകൊണ്ട് പ്രിപ്പറേഷൻ, നിങ്ങൾ ഈ പ്രാക്ടീസ് സെക്ഷനുകളെല്ലാം തന്നെ ഇനി ഫുൾ ഓൺലൈൻ മീഡിയയിലോട്ട് മാറി എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ മോഡലുകൾ ഓൺലൈൻ 100% ഓൺലൈൻ ആയിരിക്കും. പക്ഷെ നിങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ എപ്പോഴും മെയ് മാസം വരെ തന്നെയും നിങ്ങളുടെ പരീക്ഷ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാക്ടീസ് സെക്ഷനുകളെല്ലാം, അതുപോലെ പ്രിപ്പറേറ്ററി ഒക്കെ ഇടുന്ന സമയത്തൊക്കെ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ഓഫ്ലൈൻ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ എഫക്റ്റീവ്. പിന്നെ നമ്മുടെ ക്രിസ്മസ് വെക്കേഷൻ എടുത്തു നിന്നു ഏതാണ്ട് ഇത്ര മാസത്തെ ക്ലാസ്സിന് ശേഷം, ഇപ്പോൾ റെസിഡൻഷ്യൽ ബാച്ച് ആണെങ്കിലും റിപ്പീറ്റേഴ്സ് ബാച്ച് ആണെങ്കിലും ഹോസ്റ്റലുകളിൽ നിന്ന് വീണ്ടും കുടുംബത്തിലോട്ട് എത്തുകയാണ് കുട്ടികൾ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മൈൻഡിലാണ് നമ്മുടെ കുട്ടികൾ, വളരെ സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. പേരൻസും അതുപോലെ സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. അപ്പം പേരൻസിൻ്റെ ഒരു പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ കുട്ടികൾ എത്തുന്നു, അടുത്ത 4-5 മാസത്തിനുള്ളിൽ എക്സാം വരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് അവരെ സ്വീകരിക്കേണ്ട രീതിയും അല്ലെ അവരെ നമുക്കറിയാം ഒരു പഠിച്ചു വന്ന ഒരു രീതിയാണ്, ഒരു വലിയൊരു വെക്കേഷനിലോട്ട് പോകാൻ നമുക്ക് സമയവുമില്ല. അപ്പം തിരിച്ച് പേരൻസിൻ്റെ അടുത്തോട്ട് നമ്മുടെ കുട്ടികൾ എത്തുന്നു. എന്തായിരിക്കണം ഒരു സമയം, എങ്ങനെ നമുക്ക് ഏറ്റവും നന്നായി ഉപയോഗിക്കാം? ആദ്യം ഫസ്റ്റ് ഡേ എന്തായാലും നമുക്ക് അവർക്ക് വേണ്ടി അങ്ങ് വിട്ടു. തീർച്ചയായിട്ടും, കാരണം ക്രിസ്മസ് അവർ വീട്ടിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ വന്ന് കയറുമ്പോൾ എത്തിയല്ലോ പോരുന്ന് പഠിക്ക് എന്ന് നമുക്ക് ആ ഒരു ദിവസം എന്തായാലും പറയണ്ട. അത് പറയണ്ട എന്ന് പറയുമ്പോൾ വേറെയും ഒരു കാര്യം, അവരോട് പറഞ്ഞു കൊടുക്കാം, പതുക്കെ ഗ്രാജുവലി ഇരുന്ന് മോളെ സമയമൊന്നും വേസ്റ്റ് ആക്കരുത്, ഇനി ഇത്രയും ദിവസമേ ഉള്ളൂ, അങ്ങനെ പറയാം. പക്ഷെ എങ്കിലും ആ ഒരു വരുന്ന ദിവസം, കാരണം ഞങ്ങൾക്കറിയാം ഓരോ ക്ലാസ്സിൽ കയറുമ്പോഴും അവരുടെ ഒരു എക്സൈറ്റ്മെന്റ്, മറ്റന്നാൾ പോവാണ് എന്ന് പറയുമ്പോൾ അവരുടെ കണ്ണുകളിലെ തിളക്കമൊക്കെ ഞങ്ങൾ എല്ലാ ക്ലാസ്സിലും കാണുന്നതാണ്. അപ്പോൾ വന്ന ഉടനെ തന്നെ പോയിരുന്ന് പഠിക്കരി, അല്ലെങ്കിൽ ചിലപ്പം ഒന്ന് കെട്ടിപ്പിടിക്കുക, അല്ലെങ്കിൽ മാർക്കിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച ഇത്രയല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ദിവസത്തേക്ക് നമുക്ക് തൽക്കാലം മാറ്റി വെച്ചിട്ട് തന്നെ ഇരിക്കാം. പിന്നെ അടുത്ത ദിവസം തൊട്ട് ഓരോ പ്രാവശ്യവും പഠിക്കുക എന്ന് നിർബന്ധപൂർവ്വം അവരിലേക്ക് അത് അടിച്ചേൽപ്പിക്കാതെ, അങ്ങനെ പറയുമ്പോഴും കുഞ്ഞിന് ഒരു വെക്കേഷന് ഞാൻ വന്നിട്ട് എനിക്ക് ഒന്നും ഇരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ പറയുന്നതിന് പകരം നമ്മൾ എന്തിനാണോ എത്തിയത് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഏറ്റവും സൗമ്യമായിട്ട് തന്നെ അവരോട് പറഞ്ഞു കൊടുക്കാം. ഒരുപക്ഷെ അച്ഛനും അമ്മയും അടുത്തൊക്കെ ഇരുന്ന് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അവർക്ക് കാണും. അപ്പം നമുക്കും കിട്ടുന്ന ഒരു വെക്കേഷൻ ടൈമിൽ അവരുടെ കൂടെ ഇരുന്ന് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരുടെ പഠനത്തിൽ നമുക്കൊന്ന് സഹായിക്കാം. കഴിഞ്ഞ പ്രാവശ്യം അവന് ഇത്ര മാർക്കുണ്ട്, നീ എന്തേ കുറഞ്ഞത് എന്നുള്ളതിന് പകരം അവനെ എന്ത് പറ്റിയിടാ, എന്താ അങ്ങനെ കുറഞ്ഞു പോകുന്നതെന്ന് അത് മറ്റൊരു കുട്ടിയെ കമ്പയർ ചെയ്യാതെ തന്നെ ഈ ഒരു സമയമാണ് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഇതുവരെ മെന്റർ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളെ കുട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുള്ളൂ. കാരണം എന്തുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞത്, അപ്പോൾ കുട്ടി പറയുന്നുണ്ടാവും ചിലപ്പോൾ നെഗറ്റീവ് വരുത്തുന്നു, അല്ലെങ്കിൽ കോൺസെപ്റ്റ് അറിയില്ല, അല്ലെങ്കിൽ എനിക്ക് ബേസ് ഇല്ലായിരുന്നു. പക്ഷേ ഈ ഒരു സമയം നിങ്ങൾക്ക് കൃത്യമായിട്ട് കുട്ടിയെ അടുത്ത് കിട്ടുന്ന ഈ ഒരു ദിവസം അവരെ ഏറ്റവും സ്നേഹത്തോടെ അടുത്ത് പിടിച്ചിരുത്തി നിങ്ങൾക്ക് തന്നെ ഒന്ന് അനലൈസ് ചെയ്യാൻ, അതൊരു ക്വസ്റ്റ്യനിങ് അല്ല, മറിച്ച് എന്താ മോനെ, എന്താ നിന്റെ പ്രശ്നം, എന്ത് പറ്റിയടാ, എങ്ങനെയാണ്, അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഇനി അനലൈസ് ചെയ്യുന്ന ഒരു കാര്യം കുഞ്ഞ് വേറൊരു തെറ്റായ വഴി കൂടെ അല്ലെങ്കിൽ ഈ രീതിയിലല്ല പോകേണ്ടതെന്ന് തോന്നിയാൽ അവിടെ ഭയങ്കരമായിട്ട് നമ്മൾ പ്രതികരിക്കുന്നതിന് പകരം ആ ഒരു വഴി കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. ഇനി അത് പറഞ്ഞു കൊടുക്കാൻ ഇതിനേക്കാളും കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് ക്ലാസ് മെന്ററിനാണ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ കോർഡിനേറ്ററിനാണ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരുമായിട്ട് കുട്ടി എത്തുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഈ 10 ദിവസത്തിനുള്ളിൽ ടീച്ചറെ ഇങ്ങനെയാണ്, ഇതാണ് അവളുടെ പ്രോബ്ലം, എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, ടീച്ചർ ഇതാണ് ചെയ്യേണ്ടത്, അവൾ ഇതുകൊണ്ടാണ് അവൾക്ക് മാർക്ക് കുറയുന്നത്, അല്ലെങ്കിൽ ഇതാണ് അവളുടെ പ്രോബ്ലം എന്ന് നമുക്ക് കുട്ടിക്ക് മുൻപ് തന്നെ മെന്ററിനോട് പറയാൻ പറ്റും. ഒരുപക്ഷെ പല കുട്ടികളും നമ്മൾ അച്ഛനും അമ്മയോടും പറയുന്ന അതേ സ്വാതന്ത്ര്യത്തോടെ മെന്ററിനോടോ അല്ലെങ്കിൽ കോർഡിനേറ്ററിനോടോ ഈവൻ ഞങ്ങളോടോ ഒന്നും പറയണം എന്നില്ല. അപ്പൊ അവിടെ അമ്മയും അച്ഛനും കൊടുക്കുന്ന ഒരു കംഫർട്ട്, അതിലായിരിക്കണം കുട്ടി തുറന്നു പറയുന്നത്. അപ്പൊ അവൻ എന്തെങ്കിലും അല്ലെങ്കിൽ അവൾ എന്തെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വലിച്ചെടുക്കാനുള്ള ഒരു സമയമായിട്ട് വേണം നമ്മൾ ഈ ഒരു സമയം തീർച്ചയായിട്ടും. അതുപോലെ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം നീറ്റാണ്, MBBS ആണ്, എയിംസ് ആണ്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളൊക്കെയാണ് നമ്മുടെ താല്പര്യമെങ്കിലും 2025-26 അധ്യയന വർഷത്തിൽ നാം എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഓൺലൈൻ ആപ്ലിക്കേഷനുകൾ നമ്മൾ ചെയ്യണം, ഏതൊക്കെ പരീക്ഷകൾ നമ്മൾ എഴുതണം, എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് നമുക്ക് വേണ്ടത്. കാരണം ഇനി ജനുവരിയായി തിരിച്ച് ഞങ്ങളിലോട്ട് വീണ്ടും കുട്ടികൾ എത്തിക്കഴിഞ്ഞാൽ ഏതാണ്ട് നീറ്റ് എക്സാമിൻ്റെ അന്ന് അല്ലെങ്കിൽ തലേ ദിവസമൊക്കെ മാത്രമേ
മാത്രമേ അവർ വീടുകളിലോട്ട് വരികയുള്ളൂ. അതുമല്ല നമുക്ക് മോഡലുകളുടെ ഒക്കെ വളരെ വളരെ നമ്മൾ കൃത്യമായിട്ടുള്ളൊരു ക്രൂഷ്യലായിട്ട് പോകേണ്ട ഒരു പീരീഡാണ്. അപ്പോൾ അവിടെ ഒരു ചർച്ചയ്ക്ക് ഒരുപക്ഷെ സമയം ഉണ്ടാകുന്നിരിക്കില്ല. അതുകൊണ്ട് ഇപ്പം വിദ്യാർത്ഥികൾ നിങ്ങളുടെ അടുത്ത് എത്തുമ്പോൾ ഏതൊക്കെ ആപ്ലിക്കേഷനാണ് നമ്മൾ അയക്കേണ്ടത്? നിങ്ങൾക്കറിയാം, നീറ്റിന് ആപ്ലിക്കേഷൻ വരുന്നുണ്ട്, കേരളയ്ക്ക് ആപ്ലിക്കേഷൻ ഉണ്ട്, കേരള എഞ്ചിനീയറിംഗ് ഉണ്ട്, കേരള BPharm ഉണ്ട്, CUET ഉണ്ട്, അതുപോലെ തന്നെ ഐസർ ഉണ്ട്, നൈസർ ഉണ്ട്, ധാരാളം എക്സാമുകൾ. ഏതാണ്ട് 40ഓളം എൻട്രൻസുകളാണ് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലായിട്ട് നമ്മുടെ കുട്ടികൾക്കായിട്ട് +2 ശേഷമുള്ളത്. നമ്മുടെ കുട്ടികളുടെ ആറ്റിറ്റ്യൂഡിനും പാഷനും അവരുടെ കരിയറിന് എൻ്റർ കരിയറിന് സപ്പോർട്ടായിട്ടുള്ള ധാരാളം മേഖലകൾ ഇന്ന് നമുക്ക് മുമ്പിലുണ്ട്. അത് തുറന്ന് ചർച്ച ചെയ്ത് എന്തൊക്കെ മുൻകരുതലുകൾ നമ്മൾ എടുക്കണം, ഏതൊക്കെ സർട്ടിഫിക്കറ്റുകൾ വേണം, എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ചർച്ച ചെയ്ത് ആ സർട്ടിഫിക്കറ്റുകളുടെ ഒരു സോഫ്റ്റ് കോപ്പി, കാരണം അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ എല്ലാ സോഫ്റ്റ് കോപ്പികളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ ഒരു സമയമായിരിക്കണം എന്ന് തോന്നുന്നു സർ. അവര് അതിനെക്കുറിച്ചും, കാരണം ഓൾമോസ്റ്റ് എല്ലാം പഠിച്ച ഒരു 90% അവർ പഠനം കഴിഞ്ഞു. ഇനിയൊന്ന് അതിനെ ഒന്ന് എന്താ പറയുക റിവൈസ് ചെയ്ത് പോകുന്ന സമയമേ ഉള്ളൂ. അപ്പൊ കുട്ടിക്ക് എന്താണ് കുട്ടിയുടെ ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ കുട്ടിയുടെ ഒരു പ്രോഗ്രസ് കാർഡ് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ കുട്ടി ഇനി എന്താണ് എന്നുള്ളൊരു ധാരണ ഏകദേശമെങ്കിലും എത്താനുള്ള ഒരു സമയം ആയി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇവിടെ നമ്മളും കുട്ടിയുമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ, ഹെൽത്തി ആയിട്ടുള്ള ഒരു ചർച്ചയിൽ നിന്ന് കുട്ടിക്ക് MBBS അല്ലെങ്കിൽ അതിനപ്പുറം മറ്റെന്തെങ്കിലും ആ ഒരു ആലോചന ഇവിടെയാണ് ശരിക്കും ഉരുത്തിരിയേണ്ടത്. കാരണം കുറച്ച് കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ മറ്റൊരു സ്ട്രീമിലാണ്. അവിടെ കുട്ടി കയറിപ്പൊയ്ക്കോട്ടെ, ഡെഫിനറ്റ് ആയിട്ടും കയറിപ്പൊയ്ക്കോട്ടെ, MBBS കിട്ടണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം, അങ്ങനെ തന്നെ ആകിക്കോട്ടെ. പക്ഷെ അതിനപ്പുറം അതിന് എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ ഇനി ഫർദർ എന്ത് എന്നുള്ള ഒരു ആലോചന നമുക്ക് പരീക്ഷ അടുക്കുന്തോറും അല്ല കുട്ടിയോട് ചോദിക്കേണ്ടത്. കാരണം നമ്മൾ നോർമലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മെയ് ആണ് പരീക്ഷ വരുന്നത്. അപ്പോൾ നമ്മളൊരു മാർച്ച് ഏപ്രിലൊക്കെ ആയിരിക്കും ഇതിനെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് കുട്ടി നല്ല സ്ട്രെനുവസ് ആയിട്ടിരിക്കുന്ന ഒരു അവസരത്തിൽ കുഞ്ഞിനോട് ഇപ്പം ഇത് കിട്ടുമോ, കിട്ടിയില്ലെങ്കിൽ എന്ത് ഇനി എന്താ നിന്നോട് പോകാനുള്ള കാര്യം എന്നൊക്കെ ആ സമയത്ത് ചോദിച്ചാൽ ശരിക്കും നല്ല മാർക്ക് വാങ്ങിക്കേണ്ട ഒരു കുട്ടിയാണെങ്കിൽ പോലും അതൊന്ന് താണുപോകും. സോ ഈ സമയം എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ അവർ അത്യാവശ്യം കുഴപ്പമില്ലാതെ നിൽക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് വേണം അങ്ങനെയുള്ള ചർച്ചകളിലേക്ക് പോകാനും കുട്ടിയുടെ കാലിബർ എന്താണ്, അവന്റെ ആഗ്രഹം എന്താണ് എന്ന് മനസ്സിലാക്കി, പ്ലസ് നമ്മുടെയും ഒരു ആഗ്രഹവും ഇഷ്ടമൊക്കെ കാണുമല്ലോ, ഇതെല്ലാം കൂടെ ചേർന്ന് നമുക്കൊരു ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ നടത്തി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാനും കൂടിയാണ് ഈ ഒരു വെക്കേഷൻ. കാരണം ഇതിന് ശേഷം ഒരു അത്രയും ഡേയ്സ് വരുന്ന ഒരു വെക്കേഷൻ നിങ്ങളുടെ അടുത്ത് അവർ വന്ന് നിൽക്കുന്നത് കുറവായിരിക്കും. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരീക്ഷാ മോഡ് വരുമ്പോൾ അത് വേറൊരു മോഡാണ്. ആ മോഡ് ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ അവർ നിൽക്കുന്നത് വേറൊരു മെന്റൽ കണ്ടീഷനിലാണ്. അവിടെ ഹെൽത്തി ആയിട്ടൊരു ചർച്ചയ്ക്ക് പലപ്പോഴും വഴി ഒരുങ്ങാറില്ല. കേരള ഇപ്പം ടീച്ചർ പറഞ്ഞ എക്സാക്ട്ലി കറക്റ്റ് ആണ്. കാരണം മാർച്ച് മാസത്തിൽ ചോദിക്കുന്നു കേരള എഞ്ചിനീയറിംഗിനോട് അപ്ലൈ ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി അത് മനസ്സിലാക്കുന്നത് എന്തോ ഇതിനകത്ത് അപകടമുണ്ട്, എനിക്ക് കിട്ടില്ല എന്ന് വിചാരിച്ചു, അതുകൊണ്ട് എഞ്ചിനീയറിംഗിന് കൂടെ അപ്ലൈ ചെയ്തേക്കാം, അല്ലെങ്കിൽ BPharmനും കൂടെ കൊടുത്തേക്കാം, അല്ലെങ്കിൽ CUETക്കും കൂടെ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഐസറിനും നൈസറിനും ഒക്കെ കൊടുക്കാം. യഥാർത്ഥത്തിൽ വേണ്ടത് എല്ലാത്തിനും ഈച്ച് ആൻഡ് എവറിത്തിങ് അപ്ലൈ ചെയ്യണം. എയിംസ് BSc നഴ്സിംഗ്, അതുപോലെ തന്നെ നൈസർ എക്സാം ഒക്കെ ജൂൺ 30-നാണ് നടക്കുന്നത്. CUETയുടെ എത്രയോ പ്രോഗ്രാമുകൾ, 1000ഓളം അണ്ടർ ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ. തീർച്ചയായിട്ടും അണ്ടർ ഗ്രാജുവേഷൻ പ്രോഗ്രാം, UG പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് അവനവൻ്റെ പാഷൻ അനുസരിച്ച്, അവനവൻ്റെ കുടുംബത്തിൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന ധാരാളം പ്രോഗ്രാമുകളുണ്ട്. കാരണം ഇനിയൊന്നും ഒരു പർട്ടിക്കുലർ പ്രോഗ്രാം ഉണ്ടെങ്കിൽ മാത്രമല്ല, ഒരു പർട്ടിക്കുലർ കോളേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ കരിയർ ഡെവലപ്പ് ആവുന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ സ്പെഷ്യലൈസേഷൻ മേഖലകൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും നല്ല ആരോഗ്യകരമായിട്ട്, വലിയ കടങ്ങളിലോട്ടൊന്നും പോകാതെ, നമ്മുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയൊന്നും തകർക്കാതെ തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള നിരവധി പ്രോഗ്രാമുകൾ ഇന്നുണ്ട്. അതുകൊണ്ട് അവയ്ക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന രീതികൾ പരസ്പരം ചർച്ച ചെയ്ത് കൃത്യമായിട്ട് ധാരണകൾ ഉണ്ടാവണം. വീട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യണം, എവിടെയാണ് പരീക്ഷ എഴുതേണ്ടത്, അല്ലേ? ശരിയാണ്. അപ്പം നീറ്റ് പരീക്ഷ എഴുതേണ്ടത് എവിടെയാണെന്ന് പോലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചർച്ചയിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കും. ആ സമയത്ത് നമ്മളൊരു ഈ പറയുന്ന പോലെ ഒരു ഹറിബറിയാണ്. ആ ഹറിബറിയുടെ ഇടയിൽ ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്യുമ്പോൾ വേണോ വേണ്ടേ, പല പ്രാവശ്യവും കുട്ടികൾ വന്നിട്ട് മിസ് ചെയ്ത് വിളിച്ചിട്ടുണ്ട്, അപ്ലൈ ചെയ്യണ്ടേ. കാരണം ആ സമയത്ത് അവർക്ക് തന്നെ ഒരു ഡിലമയിലാണ്. അവർ ഇത്രയും പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് വേണോ അത് വേണ്ടേ. അപ്പൊ ആ സമയത്ത് അവർക്കും ചിന്തിക്കാൻ പറ്റില്ല, അവരുടെ തീരുമാനങ്ങളും അത്ര ശരിയാകണം എന്നില്ല. പക്ഷെ ഈ ഒരു സമയം അവർക്ക് ചിന്തിക്കാനും നിങ്ങൾക്കും അവരുടെ മാർക്കുകൾ കാണുമ്പോഴും അല്ലെങ്കിൽ കുട്ടിയുടെ ആഗ്രഹങ്ങൾ അറിയുമ്പോഴും ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മെന്ററിനോടോ അല്ലെങ്കിൽ ഒരു കോർഡിനേറ്ററിനോടോ പറയുന്നതിനപ്പുറം രക്ഷിതാക്കളോട് വളരെ നല്ല രീതിയിൽ കുട്ടികൾക്ക് അത് പറയാൻ പറ്റും. അപ്പൊ അതിനൊരു അവസരം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഏറ്റവും ഈ ഒരു 10 ദിവസം എന്ന് പറയുന്നത് അവരുടെ പെൻഡിങ് ടോപ്പിക്സ് തീർക്കാനുള്ളതാണ്. അവർ അതിന്റെ എൻഡ് പോയിന്റിൽ എത്തുന്ന സമയമാണ്.
പിന്നെ നമുക്ക് നമ്മുടെ അടുത്തേക്ക് അവർ വന്ന സമയമാണ്. ഇതിനെല്ലാം കൂടെ ഏറ്റവും നന്നായിട്ട് നമ്മളും അവരും തമ്മിൽ അവരുടെ ഫ്യൂച്ചർ ഇനി എങ്ങനെ പോകണം എന്നുള്ളതിനെ കുറിച്ച് നമ്മളും അവരും തമ്മിൽ ഒരു ചർച്ചയ്ക്കുള്ള ഏറ്റവും നല്ലൊരു സമയം. അത് ഏറ്റവും നന്നായിട്ട് തന്നെ നിങ്ങൾ എല്ലാവരും വിനിയോഗിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ പോലും ഞങ്ങളുടെ ഒരു ചെറിയ ഓർമ്മപ്പെടുത്തലാണിത്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.